ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നലെ നമ്മളുടെ രാവിലത്തെ സൂമിന്റെ ഫ്ലയർ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട് എന്ത് സെയിൽസ് ക്ലോസിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പലരും പറയാറുണ്ട്, ഞാനിത് കുറെ പേരോട് പറഞ്ഞു, പക്ഷെ എനിക്കത് ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാ നമ്മൾ പറഞ്ഞ എന്നൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ ക്ലോസിംഗ് നടന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം കുറച്ചും കൂടി പേരൊന്ന് വീഡിയോ ഓൺ ആക്കിയിരുന്നത് നന്നായിരുന്നു കേട്ടോ. ഒരു കമ്പനി ആവട്ടെ, എന്തും ആവട്ടെ, ഒരു മാനുഫാക്ചറിങ് കമ്പനി, അവിടെ രണ്ട് ഭാഗമുണ്ട് അല്ലെ. ഒന്ന്, എന്ത് പ്രോഡക്റ്റ് ആണോ, അത് ഫിസിക്കൽ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും അല്ലെ. അതുപോലെ ഈ പ്രോഡക്റ്റ് അതിന്റെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അവിടെ ആ ഒരു സ്ഥാപനത്തിന് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗം ഏതാ? റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഏതാണ്? കസ്റ്റമറിലേക്ക് അത് എത്തിക്കുക എന്ന് പറഞ്ഞ സെയിൽസ് ആണ് അല്ലെ. അപ്പൊ എപ്പോഴും ഏതൊരു സ്ഥാപനത്തിന്റെയും നെടും തൂൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ, അത് ഫിസിക്കലായിക്കോട്ടെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതുമായിക്കോട്ടെ, അതിന്റെ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ നിൽക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനു പറയാം? വേണമെങ്കിൽ എന്നല്ല, അതാണ് സത്യം, സെയിൽസ് തന്നെയാണ്. അപ്പൊ നമ്മളാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ നെടുംതൂണുകളായിട്ട് നിൽക്കുന്നവര് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റീസ്, അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സെയിൽസിന് ഇറങ്ങേണ്ടത്. അപ്പൊ നമ്മുടെ ഒന്ന് ആദ്യം തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. അത് നമ്മൾ മാത്രമല്ല കേട്ടോ, ഏതൊരു സെയിൽസ്മാൻ ആയിരുന്നാലും ഉണ്ടാവേണ്ടതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു 5 പോയിന്റുകളും അതിനുശേഷം നമ്മൾ നമ്മളുടെ ബിസിനസ്സിനെ അതിന്റെ ഒരു സെയിൽസ് ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ 2 ഭാഗമായിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഏതൊരു സെയിൽസ്മാനും ആയിക്കോട്ടെ, എന്ത് സാധനം വിൽക്കുന്ന ആളും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ്? ബിസിനസ് മൈൻഡ് സെറ്റ്. നമുക്കറിയാം, എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരാള് ഒരു സെയിൽസ്മാൻ ആയിട്ട് നിന്നാൽ അദ്ദേഹത്തിന് ഒരു ബിസിനസ്സും ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പല സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ, ഷോപ്പുകളിലൊക്കെ സെയിൽസിന് നിൽക്കുന്ന ആളുകൾ അവിടെ സാലറിക്ക് അവർ നിൽക്കുന്നല്ലേ. പക്ഷെ ഇന്ന് എല്ലാ ഷോപ്പുകളും ഒരു ബേസിക് സാലറി വെച്ചിട്ട് പ്ലസ് അവർക്ക് ഒരു ഇൻസെന്റീവ് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? അവര് ആ ബിസിനസ് നല്ല രീതിയിൽ കൂടുതൽ ബിസിനസ് എടുത്താൽ അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു സെയിൽസ് ഗേൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സാലറി കിട്ടും. അപ്പൊ വിറ്റാലും കുഴപ്പമില്ല, വിറ്റില്ലേലും കുഴപ്പമില്ല, എനിക്കത് കൃത്യമായിട്ട് കിട്ടും. എന്റെ മൈൻഡ് അതായിരിക്കും. അതേസമയം ഞാൻ നല്ല രീതിയിൽ എന്റെ മുൻപിൽ വരുന്ന കസ്റ്റമർക്ക് എന്റെ പ്രോഡക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തി അത് സെയിൽ കൂടുതൽ ചെയ്താൽ എനിക്ക് കൂടുതൽ ഇൻകം കിട്ടും എന്നുള്ള രീതി ഉണ്ടെങ്കിൽ എന്താണ്, എനിക്ക് അപ്പൊ കൂടുതൽ സെയിൽ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഇന്ന് പല ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള സെയിൽസ് ഇൻസെന്റീവ് അവർക്ക് കൊടുക്കുന്നത്. ചോദിച്ചു നോക്കിയോ നിങ്ങള്? ഒരു തുണിക്കട ആയിക്കോട്ടെ, ഏത് ഷോപ്പ് ആയിക്കോട്ടെ, ഒരു ബേസിക് സാലറി പ്ലസ് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അവരുടെ മൈൻഡ് സെറ്റ് എവിടെ നിന്ന് എവിടേക്ക് മാറ്റി, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ നിന്നൊക്കെ അവർ എന്തായി മാറി? ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്നും അവരൊരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് മാറി. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ആണല്ലോ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഇവിടെ സാലറിക്കല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇൻസെന്റീവിന് തന്നെയാണ്, അതായത് കമ്മീഷൻ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അത് കൂടാതെ ഈ ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇന്നലെ നമ്മുടെ സമത് സാറ് നമുക്ക് എടുത്തുന്ന ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, റിച്ച്നെസ് മൈൻഡ് സെറ്റിനെ പറ്റി. ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവില്ല എല്ലാവരും? ഒരു റിച്ച്നെസ് മൈൻഡ് സെറ്റ് ഉള്ളവന് മാത്രം, ഒരു ദാരിദ്ര്യ മൈൻഡ് സെറ്റ്, ഒരു പുവർ മൈൻഡ് സെറ്റ് ഉള്ളവന് എന്ത് വേണ്ട? എന്തെങ്കിലും കിട്ടിയാൽ മതി, ജീവിച്ചു പോകാനായിട്ട് എന്തെങ്കിലും മതി. അവന് വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇവിടെ ഒരു നല്ലൊരു പ്രൊഫഷണൽ
എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തും കൂടി ഉണ്ടായിരിക്കണം, നല്ലൊരു റിച്ച്നെസ് മൈൻഡ് സെറ്റ് കൂടി ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടോ എന്ന് നോക്കാം. ഈ റിച്ച്നെസ് മൈൻഡ് സെറ്റ് ഉണ്ട്, ബിസിനസ് മൈൻഡ് സെറ്റും ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? കൃത്യമായിട്ടുള്ള ലൈഫ് വിഷൻ ഉള്ളവനായിരിക്കണം. ഇന്നലെ സംസാർ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണമെന്നുള്ളൂ കേട്ടോ. കൃത്യമായിട്ടുള്ള ലൈഫ് വിഷൻ എന്ന് പറഞ്ഞാൽ അവന് എന്തൊക്കെ വേണം, എന്റെ ജീവിതത്തിൽ ഏത് സമയത്ത് ഞാൻ എന്തായി തീരണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിഷൻ. അത് ഭിത്തിയിലല്ല, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക മാത്രമല്ല, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ അത് എഴുതി വെക്കേണ്ടതും എവിടെയാണ്? അവന്റെ മൈൻഡിലാണ്, മനസ്സിലാണ് കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണേ. എനിക്ക് ഇന്നതൊക്കെ നേടണം. അതൊക്കെ നേടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പണം വേണം, അല്ലെ? പൈസ ഉണ്ടാക്കണം. സമൂഹത്തിൽ എന്ത് കാര്യത്തിനും നമുക്കൊരു നിലയും വിലയും ഉണ്ടെങ്കിൽ പൈസ തന്നെ വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് ആരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്താലും പണമുള്ളവന് ഇന്ന് വാല്യൂ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ലൈഫ് വിഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, നല്ലൊരു സെയിൽസ്മാൻ ആവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റ് കൃത്യമായിട്ട് നമ്മൾക്ക് ഒരാളോട് പറഞ്ഞ് അത് കൊടുക്കണമെങ്കിൽ ആദ്യം മറ്റൊരു കാര്യം നമ്മൾ ഉണ്ടാവുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ഒരു പേടിയുണ്ട്, അല്ലെ? ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ സുധീർ സാറേ, നമുക്ക് തോന്നാറില്ലേ, നമുക്ക് ഞാനിത് പറഞ്ഞ അവര് നോ പറഞ്ഞ എന്തായിരിക്കും, അല്ലെ? ഇത് എങ്ങനെ ഇരിക്കും, പറഞ്ഞ അവര് നോ പറയുമ്പോ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പേടി വെച്ചിട്ടാണ് നമ്മൾ പലരുടെ അടുത്ത് ഇത് പ്രസന്റ് ചെയ്യണത്. അത് എന്ത് സാധനം നമ്മുടെ മൈൻഡിൽ ഒരു ഭയം വെച്ചിട്ട്, ഈ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞാൽ അവർ എടുക്കില്ലെങ്കിലോ എന്നുള്ള ആ ഒരു സംശയം, ആ പേടി വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട്, നമ്മൾ അത് ഫിസിക്കൽ ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഞാൻ കോമൺ ആയിട്ടുള്ള സെയിൽസ്മാന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ സെയിൽസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു പേടി നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ അതിനെ ചുരുട്ടിക്കൂട്ടി എവിടേക്ക് കളയണം? ചുരുട്ടിക്കൂട്ടി എവിടേക്ക് കളയണം? സുധീർ സാറെ, എവിടേക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള പേടിനെ ചുരുട്ടിക്കൂട്ടി കളയേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്. മൂലയ്ക്കാണോ കളയുന്നത്? നമ്മൾ പറയും ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെച്ചാണ്. മൂലയ്ക്ക് അല്ല കളയണ്ടേ, ഞാൻ പറയും കത്തിച്ച് കളയാൻ പറയും. കാരണം മൂലയ്ക്ക് കളഞ്ഞാൽ എന്താണെന്നറിയുമോ? 2 or 3 പേരുടെ അടുത്ത് പോയി നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു, അവൻ നോ പറഞ്ഞാൽ ഈ പേടി വീണ്ടും ചുരുട്ടിക്കൂട്ടിയിട്ടത് അവിടുന്ന് എഴുന്നേറ്റ് നമ്മുടെ മനസ്സിലേക്ക് വിടർന്ന് അങ്ങോട്ട് നിൽക്കും. പിന്നെ ഒരാളോട് നമുക്കിത് പറയാൻ പറ്റില്ല. പക്ഷെ ആ പേടിനെ ചുരുട്ടിക്കൂട്ടി എവിടെ കളയണം? കത്തുന്ന തീയിലേക്ക് എറിഞ്ഞു കളയണം, കത്തിച്ച് കളയണം. കത്തിച്ച് കളഞ്ഞ ആരൊക്കെ നമ്മുടെ അടുത്ത് നോ പറഞ്ഞാലും നെവർ മൈൻഡ്, നമ്മൾ അടുത്ത ആളിലേക്ക് നമ്മൾ പോയിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ നിങ്ങളെല്ലാവരും പേടിനെ കത്തിച്ച് കളയാൻ തയ്യാറാണല്ലോ? ഓക്കെ. അപ്പൊ ഈ പേടിനെ നമ്മൾ കത്തിച്ച് കളഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞ കാര്യം, ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, റിച്ച്നെസ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, ലൈഫ് വിഷൻ ഉണ്ടായിരിക്കണം. നമ്മളിലുള്ള പേടി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ചുരുട്ടിക്കൂട്ടി കത്തിച്ച് കളയണം. ഓക്കെ. ഇത് ഇത്രയും നമ്മൾ ചെയ്താൽ ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഡിസിഷൻ. ഞാൻ ഇത് സെയിൽ ചെയ്തിരിക്കും, ഞാൻ ഇത്ര സെയില് ഒരു ദിവസം ഞാനത് ചെയ്തിരിക്കും എന്ന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, പാറ പോലെ ഉറച്ച ഒരു ഡിസിഷൻ, തീരുമാനം നമ്മൾ എടുത്തിരിക്കണം. എല്ലാ ദിവസവും ഞാനിത് ഇത്ര പേരോട് ഞാനത് പറയും, ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു പാറ പോലെ ഉറച്ച ഒരു തീരുമാനം ഉണ്ടല്ലോ, ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ് അത്. ഒരു ഷോപ്പിലായിക്കോട്ടെ, ഇനി ഫീൽഡിലായിക്കോട്ടെ ആയിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുണ്ടാവുന്നുണ്ട്. ഈ തീരുമാനം കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത്ര 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ തീരുമാനങ്ങള് മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡെയിലി ഹാബിറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുമ്പോ? കുഴപ്പമില്ലല്ലോ, സ്പീഡ് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ടല്ലോ. ഡെയിലി ഹാബിറ്റ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാ നമ്മുടെ ഡെയിലി ഹാബിറ്റ് ആയിരിക്കേണ്ടത്? ചായ കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതാണോ?
ഇതാണ് ഡെയിലി ഹാബിറ്റ്. അതൊക്കെ വേണം നമുക്ക്. പക്ഷേ നമ്മുടെ ബിസിനസ്സുമായിട്ടുള്ള ഡെയിലി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര പേരെ ഞാൻ കണ്ടിരിക്കും, ഇത്ര പേരോട് ഞാൻ പ്രോസ്പെക്റ്റ് ആണ്, ഞാൻ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിരിക്കും. അത് ഡെയിലി നമ്മൾ ചെയ്യാം. ഡെയിലി 5 പേരോട്, എത്ര പേരോട്, അത് എങ്ങനെ പോവാം, നേരിട്ട് പോവാം, ഫോണിൽ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. നേരിട്ട് പറയാം, ഫോണിൽ കൂടി പറയാം, 5 പേരോട്, 10 പേരോട്, നിങ്ങൾക്ക് എത്ര പേരോട് പറയാൻ പറ്റും, അത് ഡെയിലി ഞാൻ അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു സെയിൽസ്മാൻ. ഇപ്പൊ ഞങ്ങളൊക്കെ ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് വന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇൻഷുറൻസ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, ഒരു ദിവസം നമ്മൾ ഫീൽഡിൽ നിന്ന് മാറി നിന്നാൽ നമ്മൾ ബിസിനസ്സിൽ നിന്നും ഒരാഴ്ച മാറിയതിന് തുല്യ. ഒരാഴ്ച നമ്മൾ എന്തെങ്കിലും കാരണത്താൽ മാറി നിന്നാൽ 1 മാസം മാറി നിന്നതിന് തുല്യ. 1 മാസം നമ്മൾ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നാൽ 1 വർഷം മാറി നിന്നതിന് തുല്യമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ എവിടെയായിരിക്കണം, നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ എവിടെയായിരിക്കണം, നമ്മൾ ബിസിനസ്സിലായിരിക്കണം. ഒരു ദിവസം പോലും എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ സംബന്ധിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ഈസിയാണ്. നമ്മൾ ഫിസിക്കലി പോയില്ലെങ്കിൽ പോലും നമുക്ക് ഫോണിൽ കൂടി ആയിരുന്നാലും പലരോടും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? എത്രയോ പേരെ നമ്മൾ ടെലികോൾ ചെയ്തിട്ട് പല സാധനങ്ങളെ പറ്റി നമ്മളോട് പറയുന്നത് ഇല്ലേ? നമ്മൾക്ക് വരാറില്ല അത്തരം ടെലികോളുകളും, അല്ലേ? ഇതും നമുക്കും ചെയ്യാൻ പറ്റില്ലേ? ഇനി ഇതൊക്കെ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ അവയർനെസ് ഉള്ളവരായിരിക്കണം. എല്ലാ ദിവസവും ഞാൻ പറയാണ്, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ബിസിനസ് മാത്രമല്ല, ഒരു സെയിൽസ്മാന് അവന്റെ പ്രോഡക്റ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള അവയർനെസ് ഡെയിലി എല്ലാ ദിവസവും ഇപ്പൊ അറിയുന്ന കാര്യമായിരിക്കും. ഇനി നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഇന്നിപ്പോ എത്ര പേരുണ്ട് പ്ലാറ്റ്ഫോമിൽ? 20 പേര്, ഞാനടക്കം 20 പേര്. എത്ര പേര് നമ്മുടെ പ്രോഡക്റ്റിനെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മുടെ പ്രോഡക്റ്റ് എത്രയൊക്കെ ഉണ്ട് എന്നുള്ളതും അതിനകത്ത് കിടക്കുന്ന വീഡിയോസ് നമ്മൾ ഒന്ന് കാണുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നോട് പറയണ്ട, പക്ഷെ പലരോടും ഞാൻ ഫോണിൽ സംസാരിക്കും പറയാം, ഞാൻ പോലും നോക്കിയിട്ടില്ല എന്ന് പറയാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെടാതെ നമുക്ക് ഒരു കാരണവശാലും ഇത് നമുക്ക് വിൽക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താതെ നമ്മൾക്കിത് വിൽക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ പ്രോഡക്റ്റ് കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞാലല്ലേ കോൺഫിഡൻസോട് കൂടി ഒരാളോട് നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കണേന്ന് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടണേ. നമ്മുടെ ഇപ്പോഴും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ട്. എന്നിട്ടും പറഞ്ഞെന്നറിയാമോ, ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ഇതിനകത്ത് വലിയ പൈസ ഒക്കെ കിട്ടുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. ആ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയോ അതൊന്ന് രജിസ്റ്റർ ചെയ്ത് അവര് ആദ്യം വാങ്ങിയ പ്രോഡക്റ്റിന് പകരം നമ്മൾ പുതിയ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങുകയോ അതൊന്ന് അതിനകത്തുള്ള വീഡിയോസ് ഒന്ന് തുറന്നു നോക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ ഏതൊക്കെ കോഴ്സുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പലരും ചോദിക്കുന്നത് എന്തൊക്കെ കോഴ്സ് എന്തൊക്കെ ഉണ്ട് എന്ന്. എന്നെ സംബന്ധിച്ചിട്ട് ഈ ആപ്പ് ഒരാൾ പോലും എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. എന്നെ സംബന്ധിച്ച് സജി ഡേവിസ് എന്ന് പറയുന്ന എനിക്ക് ഈ ഒരു ആപ്പ് ഒരാളും എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ഞാൻ സ്വയമേ പഠിച്ചതാ. ഈ ആപ്പ് നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കയറി. അപ്പൊ എനിക്ക് വന്ന സംശയങ്ങൾ ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എല്ലാ കോഴ്സും കാണാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നത്. ഇന്നതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ആപ്പ് രജിസ്റ്റർ ചെയ്യാം, അതേപോലെ നമ്മള് എങ്ങനെയാണ് സ്വിച്ച് കോഴ്സ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു തന്നത് ഞാൻ അങ്ങനെ സ്വയം അത് ചെയ്തപ്പോ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ആപ്പിന്റെ ഇവരുമായിട്ട് നമ്മുടെ ഡോൺ സാറായിട്ട് സംസാരിച്ചു. അങ്ങനെ ചോദിച്ച് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തി, ഓരോ പ്രോഡക്റ്റും ഞാൻ എടുത്ത് അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടു. ഓരോ പ്രോഡക്റ്റിലും വീഡിയോകൾ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നുണ്ട്, ദൈവമേ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഇത് കിട്ടിയെങ്കിൽ നമ്മളൊക്കെ എത്രയോ മാർക്ക് മേടിച്ച് നമ്മൾ ഏതൊക്കെ നിലയിലേക്ക് എത്തിയേനെ എന്നൊരു തോന്നൽ വന്നു. നിങ്ങൾക്കത് തോന്നും ഇത് കാണുമ്പോൾ. അപ്പൊ ഏതൊരു സെയിൽസ്മാനും അവൻ വിൽക്കുന്ന പ്രോഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് എല്ലാ ദിവസവും അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, ഒരു പ്രൊഫഷണൽ സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലില് അദ്ദേഹം എന്തായിരിക്കണം, മികച്ചവനാവാൻ വേണ്ടി പല കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് പുറത്തുനിന്ന്, അല്ലെ? അതിനുവേണ്ടി നല്ല ബുക്ക് വായനയും
മറ്റുള്ള നല്ല നല്ല വീഡിയോസ് കാണുക അല്ലേ. ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ധാരാളം നമുക്ക് ലഭിക്കാനുണ്ട്. സെയിൽസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാനുണ്ട്. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി കൃത്യമായിട്ട് അങ്ങനെ നമുക്കൊരു ഡെയിലി ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഡെയിലി ഹാബിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കൃത്യമായിട്ട് എല്ലാ ദിവസവും തന്നെ നമ്മൾ പ്രോസ്പെക്റ്റിനെ കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റിനെ പറ്റി ആഴത്തിലുള്ള അവയർനെസ് നമുക്കുണ്ടാവണം, അതിനെപ്പറ്റിയുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനുമായി അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് കൂട്ടാനായിട്ട് നമ്മൾ ആഴത്തിലുള്ള വായന, അതുപോലെ അല്ലെങ്കിൽ നല്ല നല്ല ഇപ്പൊ വായിക്കാൻ സമയമില്ലാത്തവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുക്കു FM എന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ട്, നമുക്ക് യാത്രയിലൊക്കെ കേൾക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുമാത്രം നമ്മുടെ പ്ലാറ്റ്ഫോം, ഇപ്പൊ അതിനും സമയമില്ലാത്തവർക്കാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുന്നത് അല്ലെ, എല്ലാ ദിവസവും രാവിലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇത്തരത്തിൽ നമ്മൾ എന്തുണ്ടാവും, ഒരു ഡെയിലി നമുക്കൊരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഡെയിലി ഹാബിറ്റും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഡെയിലി ഹാബിറ്റിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് നമ്മൾ പ്രോസ്പെക്റ്റിനെ കാണുക എന്നുള്ളത് അല്ലെ. പ്രോസ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് അവരിലേക്ക് കാണുക എന്നുള്ളത്. ഇനി അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കഥകൾ എന്തായിരുന്നു? നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയാണ് നമ്മൾ എന്തിലേക്ക് കിടക്കുന്നത്? ബിസിനസ്സിലേക്ക് കിടക്കേണ്ടത് അല്ലെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ പറയാൻ പോവാം. അപ്പൊ എനിക്ക് 2 കാര്യം, സാൻഡ്ബോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് മുൻപിൽ തന്നിരിക്കുന്ന അവസരം 2 ആണെന്ന് ഞാൻ പറയും. അതായത് നമ്മളെല്ലാവരും ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ ബിസിനസ് ആ ബിസിനസ് എടുക്കുന്നവർ ആരാണ്? ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. എല്ലാവരും പ്രൊമോട്ടേഴ്സ്. അങ്ങനെയാണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്, പ്രൊമോട്ടേഴ്സ് ആയിട്ടാണ് കണക്ക്. എന്നാൽ ചുരുക്കം ചില കമ്പനികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മളും എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ പ്രൊമോട്ടേഴ്സിനെ തപ്പിയാണ് നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ പ്രൊമോട്ടേഴ്സിനെ തപ്പി പോവേണ്ട ആളുകളല്ല, നമ്മൾ എൻഡ് കസ്റ്റമറിലേക്ക് നമ്മുടെ സെയിൽ എടുക്കേണ്ട ആളുകളാണ്. അവിടെ നിന്നാണ് നമുക്ക് പ്രൊമോട്ടേഴ്സിനെ കിട്ടുന്നത്. എൻഡ് കസ്റ്റമറിലേക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കുകയും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അത് തൃപ്തിയായ ആൾക്കാര്, സാറ്റിസ്ഫൈ ആയ ആളുകളിൽ നിന്നുമാണ് നമ്മൾ ആരെ എടുക്കേണ്ടത്? നമുക്ക് ഒരുപാട് പേര് വേണോ പാർട്ട്നേഴ്സ് ആയിട്ട്? വേണ്ട. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറച്ച് 2 പേരുള്ളെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ബാക്കിയെല്ലാം സെയിൽസ്, നമ്മൾ കസ്റ്റമർ ആയിട്ട് അത് സെയിൽസ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് വിറ്റ ആൾക്കാരെ മതി. നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് 11, 11 സ്റ്റാർ ഒക്കെ വരണം അല്ലെ. അതിപ്പോ 11 പേരും എന്താവണമെന്ന് നിർബന്ധമില്ല, പ്രൊമോട്ടേഴ്സ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ. നമ്മൾ ആ കണക്കൊക്കെ കാണിക്കുമ്പോൾ 11 പേരും പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിലാണ് നമ്മളത് കാണിക്കുന്നത്. പക്ഷെ അതെന്തെങ്കിലും കമ്പനി നിർബന്ധം പറയുന്നുണ്ടോ? നിങ്ങൾ 11 സെയിൽ ഡയറക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഇൻകം വാങ്ങാനായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. പിന്നെ റാങ്കുകൾ, നമ്മുടെ പ്രൊമോഷൻസ് കിട്ടാനായിട്ട് എന്താണ്, നമ്മളുടെ സെയിൽസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി അല്ലെ. അങ്ങനെ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എൻഡ് കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ നോക്കുന്നത്. അതിന് 1 or 2 പേരോ അതിനന്ന് അല്ലാതെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്കറിയാം, എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ പോകുന്നത് നമ്മൾ പാർട്ട്നേഴ്സിനെ തപ്പിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എൻഡ് കസ്റ്റമറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ആരും കൂടെ വരും, നിങ്ങൾക്ക് വേണ്ട പാർട്ട്നേഴ്സ് നിങ്ങളോട് കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവരും. ഈ പേരൻസിൽ നിന്നും, ഈ കുട്ടികളുടെ പേരൻസിൽ നിന്നും, അല്ലെങ്കിൽ ഈ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് ആരെ കിട്ടും? പാർട്ട്നേഴ്സിനെ നമുക്ക് ലഭിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായി? നമ്മൾ നമ്മുടെ ശരിയായ പ്രോസ്പെക്റ്റിനെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് കേട്ടോ. അതായത് ഒരു പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കോഴ്സുകൾ ഏതാണെന്നുള്ള കൃത്യമായിട്ട് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്തേക്ക് പോവുള്ളൂ? കൃത്യമായിട്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ പോകുള്ളൂ. കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇവിടെ എൻഡ് കസ്റ്റമർ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആരായിരിക്കും? പേരൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആരിലേക്കാ പോകുന്നത്? നമ്മൾ പേരൻസിലേക്കാ പോകുന്നത് അല്ലെ. അപ്പൊ
കസ്റ്റമർ, അങ്ങനെ നമ്മൾ പേരൻസിന്റെ അടുത്തേക്ക് നമ്മൾ കൺസ്യൂമർ ആണ് നമ്മുടെ സ്റ്റുഡൻസ്, കസ്റ്റമർ ആണ് നമ്മുടെ പേരൻസ്. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മൾ സംസാരിക്കുന്നു. ഇനി ഈ ഈ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇത്തരം കസ്റ്റമേഴ്സിന്റെ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ പറയും ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അല്ല ഓൺലൈൻ എന്താ പറയാ, നമുക്ക് ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കസ്റ്റമറിലേക്ക് എത്താം. അതൊരു മാർഗമാണ്. സോഷ്യൽ മീഡിയ വഴി എത്താനായിട്ടുള്ള ഒരു മാർഗമാണ്. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു മാർഗം ഉണ്ടല്ലോ. നമുക്ക് പരിചയമുള്ള, നമ്മൾക്ക് അറിയാവുന്ന ആളുകളുടെ അടുത്തേക്ക്, കുട്ടികളുള്ള വീടുകളിലേക്ക് നമുക്ക് ഇത് എത്തിച്ചുകൂടെ? ഇനി ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ, നമ്മളുടെ നാട്ടിൽ, എനിക്കൊക്കെ എന്റെ മകനൊക്കെ പഠിക്കുന്ന സമയത്ത് ലേബറിന്റെ കൊണ്ടുതരുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് അഭിലാഷ് സാർ അത് സംസാരിച്ചിരുന്നു. ലേബറിന്റെ വീടുകളിൽ കൊണ്ടുതരുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിലുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഭിലാഷ് സാർ എന്നോട് പറഞ്ഞു, മാഡം, ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ലേബറിന്റെ വിൽക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന കുട്ടികളുള്ള എത്ര വീട്ടിൽ നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് പറഞ്ഞു എന്ന്. അപ്പൊ അദ്ദേഹത്തിന് ലേബറിന്റെ വാങ്ങിക്കുന്ന അവിടെ മുട്ടും എന്നെങ്കിലും അദ്ദേഹത്തിന് എന്താക്കാൻ പറ്റും? അവിടെ ഒരു പ്രൊമോട്ടർ ആക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് കൂടാതെ നമ്മുടെ ആശാ വർക്കേഴ്സ് അല്ലെ, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള കുടുംബങ്ങളിലെ ലിസ്റ്റ് കൃത്യമായിട്ട് എത്ര വയസ്സ് തുടങ്ങി എത്ര വയസ്സ് വരെയുള്ളവർ, അവർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ആശാ വർക്കേഴ്സ് അല്ലെ. അവര് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾക്ക് വരാറില്ലേ? നമുക്ക് ഇവിടെയൊക്കെ വരാറുണ്ട് കേട്ടോ. അവർ ഇവിടെ വരുമ്പോൾ ചോദിക്കും, എത്ര പേരാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളത്, എത്ര പ്രായം തൊട്ട് എത്ര പ്രായം വരെ, അവർ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ, ജോലിയാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഇതിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരാളെ, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് പറയാം, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം കുട്ടികളുടെ ഒരു ലിസ്റ്റ് എനിക്കൊന്ന് തരണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് എടുക്കാൻ പറ്റും. ഏതൊക്കെ വീട്, അഡ്രസ് അടക്കം, ഫോൺ നമ്പർ അടക്കം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കിട്ടും. എന്നിട്ട് എന്താക്കാം? അവരുടെ അടുത്ത് നേരിട്ട് പോയി പറയുകയോ, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സ്, അവരും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. അതല്ല, ഫീൽഡിൽ പോവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫീൽഡിൽ തന്നെ പോകണം എന്ന് തന്നെ ഞാൻ പറയും. എന്നാൽ അല്ലാതെ നമുക്ക് ചെയ്യാട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഫോണിൽ കൂടി നമുക്ക് ബന്ധപ്പെട്ട് നമുക്കിത് പറയാൻ സാധിക്കും. അങ്ങനെ ഏത് രീതിയിലാവട്ടെ, നമ്മളൊരു പ്രോസ്പെക്ടിന്റെ അടുത്തേക്ക് പോവാണെന്ന് വിചാരിക്കുക, പറയാണ്, നമ്മൾ ഫോണിൽ കൂടെ ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിക്കോട്ടെ. ഇനിയിപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു എൻഡ് കസ്റ്റമറിലേക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയാ ആദ്യം? ഇത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോയാൽ മതി കേട്ടോ. നമ്മൾ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയാ? അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആദ്യം എന്ത് തന്നെ പറയും? ഞാൻ ചെല്ലാണെങ്കിൽ പറയും, ഇപ്പൊ നമ്മളെ ഇപ്പൊ വേറെ ഒരാൾ കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തില് നമ്മുടെ കുട്ടികളെ റെഗുലർ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് നമുക്ക് ആദ്യം ആമുഖമായിട്ട് പറയാൻ സാധിക്കും അല്ലെ. നമ്മൾ അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ ചെന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെന്ന് നമ്മൾ വിഷ് ചെയ്തിട്ട് നമ്മളോട് ഇരിക്കാൻ പറയുന്നുണ്ടാവും. നമ്മൾ വന്ന കാര്യം നമ്മൾ പറയണമല്ലോ. അപ്പൊ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ റെഗുലർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ അവിടെ ചെന്നിരിക്കുന്നത്. ഇത് നമ്മളവിടെ പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്താക്കും? ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, നമുക്കറിയാം അവിടെ ഒരു കുട്ടി 10ൽ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളവിടെ ചെന്നിരിക്കണേ. പക്ഷെ എങ്കിലും ചോദിക്കാം, സാർ മക്കൾ എത്ര പേരാണ്? ഇത്ര കുട്ടികൾ. ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കുന്നത്. അവർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അപ്പൊ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ട് അവർക്ക്? ഏത് സബ്ജക്റ്റ്? എല്ലാ സബ്ജക്റ്റിനും അവർ ഈസി ആണോ പഠിക്കാൻ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്? സ്കൂൾ കഴിഞ്ഞ് ട്യൂഷന് പോകുന്നുണ്ട്, ചിലർ പറയും ട്യൂഷന് പോകുന്നുണ്ട്, എത്ര ദൂരം, ഇതൊക്കെ നമുക്ക് ചില ചോദ്യങ്ങൾ കൂടി അവരെ ഇങ്ങോട്ടേക്ക് സംസാരിപ്പിക്കാൻ പറ്റും. ഒരു പക്ഷെ നമ്മൾ ഇത് ചെല്ലുന്നതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാ, എങ്കിലും നമ്മൾ അവരോട് ചോദിക്കാണ് കുട്ടി പഠിക്കുന്ന കാര്യത്തെ പറ്റി, ട്യൂഷന് പോകുന്ന കാര്യത്തെ പറ്റി, ഇതൊക്കെ. അപ്പൊ ചില പേരൻസ് പറയും, ഒട്ടുമിക്ക പേരൻസ് പറയും, ട്യൂഷനൊക്കെ ആക്കിയിട്ടുണ്ട്, നല്ല ട്യൂഷൻ കിട്ടിയിട്ടില്ല, അതിന് ട്യൂഷൻ ഡിസ്റ്റൻസിലായിരിക്കാം, അപ്പൊ ഞാൻ അവിടെ കൊണ്ടുവരണം, ഞാനോ ഭാര്യയെ പോയി കൊണ്ടുവരണം, ഞങ്ങൾ ജോലി, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും.
ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്കറിയാം സർ, നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ട്യൂഷന് പോയിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ 8ാം ക്ലാസ് മുതൽ ട്യൂഷന് പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചേട്ടൻ വന്ന് പഠിപ്പിക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് കുട്ടികളെ എന്റെ വീട്ടിൽ വന്നിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരു 2-3 കുട്ടികളുണ്ട്, 3-4 പിള്ളേരുണ്ടായിരുന്നു. അവരെ അദ്ദേഹം വന്നിട്ട് ആ ചേട്ടൻ വന്ന് പഠിപ്പിക്കായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചേട്ടനായിരുന്നു, ഞങ്ങളുടെ അയൽപക്കത്തുള്ള. ആ ചേട്ടൻ വന്ന് പഠിപ്പിച്ചു. 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിച്ചു. 10ലായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിന്റെ അടുത്ത് ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്. ട്യൂഷൻ സെന്ററിൽ പോയി. അതിനു മുൻപ് എന്റെ പേരൻസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിലേക്ക് പോകുമ്പോൾ അവർ ആരും എന്ത് പഠിച്ചിട്ടില്ല? ട്യൂഷൻ പഠിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അന്ന് ട്യൂഷൻ പഠിപ്പിക്കുന്ന സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. അതിനു മുൻപിലേക്ക് പോകുമ്പോഴാ അധ്യാപകന്റെ വീട്ടിൽ പോയി താമസിച്ച് പഠിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്, നമുക്ക് പറയാം അദ്ദേഹത്തിനോട്, നമ്മളൊരു പക്ഷെ ട്യൂഷന് പോയിട്ട് ഉള്ളവർ അന്നൊക്കെ വളരെ കുറവായിരുന്നു ട്യൂഷൻ. അതിനുശേഷം സ്കൂളും ട്യൂഷൻ സെന്ററും കുട്ടികൾക്ക് മസ്റ്റാ, അല്ലെ? ചെറിയ കുഞ്ഞിന് വരെ ഇന്നത്തെ കാലത്ത് കുഞ്ഞിന് LKG തുടങ്ങിയ ട്യൂഷൻ കൊടുക്കുക. LKG തുടങ്ങി ട്യൂഷൻ കൊടുക്കുന്ന വീടുകളുണ്ട്, നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് മുഴുവൻ സമയം അവർ എവിടെ ചെലവഴിക്കുന്നത്? പഠിത്തം. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചർ. ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുണ്ട് ഒരു കുഞ്ഞു മോനാ. ആ മോന് 2 ടീച്ചേഴ്സ് വന്നിട്ടാണ് പഠിത്തം. ആ കൊച്ചിന് ഇത്രയും ദേഷ്യം. അവനെ ഒരു ഭയങ്കര എന്താ പറയുക, എന്തു പറഞ്ഞാലും അനുസരിക്കില്ല, കംപ്ലൈന്റാ. ഞാനപ്പോ അവന്റെ പേരൻസ് വിദേശത്താണ്, അമ്മമ്മയാണ് അവനെ നോക്കണേ, അമ്മച്ചിയാണ് അവനെ നോക്കുന്നത്. അപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോ അവന് ഭയങ്കര സന്തോഷം. ഞാനായിട്ടൊക്കെ ഭയങ്കര അടുപ്പ് എന്റെ പേരൻസിന്റെ വീടിന്റെ അടുത്ത. കാരണം ഈ കുഞ്ഞും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നേരത്തെ ക്ലാസ് തുടങ്ങും. 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോഴത്തേനും അവന് പോകണം. തൊട്ടടുത്ത സ്കൂൾ, ഞങ്ങളുടെ അടുത്ത് ധാരാളം സ്കൂളുണ്ട് എന്റെ വീടിരിക്കുന്ന ചുറ്റുവട്ടത്ത്. അപ്പൊ അങ്ങനെ ഈ കുട്ടി സ്കൂളിൽ പോകും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവന് എനിക്ക് തോന്നുന്നു 2:30-3 മണിയാകുമ്പോൾ തിരിച്ചെത്തും. തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരു ടീച്ചർ മലയാളം പഠിപ്പിക്കാണ്ട് ആശാത്തി, നിങ്ങളുടെ അടുത്തുണ്ട് ആശാത്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് നിലത്തെഴുത്ത് പഠിപ്പിക്കണേ. ഇവൻ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഇവന് മലയാളം നന്നായി പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം വരും ആശാത്തി. ആശാത്തി മറ്റുള്ള സെന്ററിൽ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയുടെ വീട്ടിലെത്തുക. ഇവനെ മലയാളം പഠിപ്പിക്കാൻ ആശാത്തി വരുന്നു. അത് കഴിഞ്ഞ് ബാക്കി സബ്ജക്ട് പഠിപ്പിക്കാൻ അടുത്ത ടീച്ചർ വന്നു. പിന്നെ ഇവന് 7-7:30 ആവാതെ ഇവര് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവൻ ടീച്ചർ വരുമ്പോഴത്തേനും ഇവൻ മോളിൽ കയറിയിരിക്കും. അതായത് ഒരു ബഹളമയമാണ്. കൊച്ചുകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി വലിയ കുട്ടികളിലേക്ക് വന്നാലോ, കുട്ടി ഒന്നെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് റെഡി ആയിട്ട് ട്യൂഷൻ സെന്ററിൽ പോകണം, വേണ്ടേ? നമ്മുടെ ചുറ്റും ട്യൂഷൻ സെന്ററിൽ പോകും. അത് കഴിഞ്ഞാൽ കൊച്ചു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂൾ ബസ് വരുന്ന, അല്ലെങ്കിൽ ഓട്ടോ ആണെങ്കിൽ ഓട്ടോ, സൈക്കിളാണെങ്കിൽ സൈക്കിൾ, പോകാൻ കഴിക്കാൻ പോലും ടൈം ഈ കുഞ്ഞിനില്ല. കുഞ്ഞ് സ്കൂളിലേക്ക് ഓടാണ്. സ്കൂള് വിട്ട് വന്നാലോ അടുത്ത ട്യൂഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ പാട്ടായിട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടും ഇതായിട്ട് പാരന്റ്സ് എന്ന് പറഞ്ഞ കുട്ടികളെ ഞെക്കിപ്പിഴിയാണ്. എന്തിനു വേണ്ടി? പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആണോ അല്ലേ? അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇത്രയും പഠിക്കാനായിട്ട് ഇത്രയും അവരൊരു 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ പറഞ്ഞ, ഇപ്പോഴത്തെ പിള്ളേർ അതും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, അനുസരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ ഒന്നും അനുസരിക്കില്ല. ഇതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കുഞ്ഞ് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവരെന്താവും? ഈ ചിന്തയിലേക്ക് ഇവരങ്ങ് പോകുന്നുണ്ടാവും. എന്നിട്ട് പറയും, സാർ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്തുകൊണ്ടാണ് അവർക്ക് മുഴുവൻ സമയം പഠിത്തം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്? TV കാണാൻ ഇഷ്ടപ്പെടുന്നു, ഫോണിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെ? ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്തരം ഡിജിറ്റൽ ഡിവൈസസ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൂടാതെ പുറത്തുപോയി കളിക്കുന്ന കുട്ടികൾക്ക് വളരെ കുറവാണ്. പക്ഷെ പുറത്തുപോയി കളിക്കണം നമ്മുടെ മക്കളുകള്. അതിനുശേഷം അവർ കുളിച്ച് ഫ്രീ ആയിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇഷ്ടത്തിന് അവർ പഠിക്കാനിരിക്കുകയാണെങ്കിലോ, അപ്പോൾ സാറിന് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കുട്ടിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിലോ, അത് കുട്ടി ഇഷ്ടപ്പെടുന്ന ഈ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് അവന് പഠിക്കാൻ പറ്റുകയാണെങ്കിലോ, അതോ എന്ന് ചോദിക്കുക. ഒരു ചോദ്യമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അവർ ചിന്തിക്കും, എങ്ങനെ? അപ്പൊ പറയും, സാർ ഞങ്ങളുടെ പ്രോഡക്റ്റ്, ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആണ്, ഒരിക്കലും ഓൺലൈൻ ട്യൂഷൻ അല്ല. ഇനി ഓൺലൈൻ ട്യൂഷനിലേക്ക് വന്നിട്ട് ഫിസിക്കൽ ട്യൂഷന് പോകുന്നില്ല. ഞാൻ കണ്ടിട്ട്, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടികൾ കറക്റ്റ് ടൈമിന് എന്താക്കണം? ഈ ടാബോ അതല്ലെങ്കിൽ ലാപ്ടോപ്പോ ഓൺ ആക്കിയിട്ട് അതിന്റെ മുമ്പിൽ ഇരിക്കണം, വേണ്ടേ? 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ അവർ ഇരിക്കണം. ചിലപ്പോൾ അവൻ ആ സമയത്ത് ഇരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അവൻ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും വന്നിരിക്കണേ. അപ്പൊ അങ്ങനത്തെ ഓൺലൈൻ ട്യൂഷൻ ഒന്നല്ല.
നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫീച്ചർ പറയാണേ, നമ്മൾ പറയാണ് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡിൽ കൂടെ കടന്നു പോവാണ്, അദ്ദേഹത്തിന്റെ കുട്ടി എങ്ങനെയൊക്കെ പോണേ, കുട്ടി എങ്ങനെയാണ് പ്രഷർ കൊടുക്കണെന്നൊക്കെ മൈൻഡിൽ കൂടെ കടന്നു പോയി. എന്നിട്ട് നമ്മൾ പറയണേ, സാർ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആണ്. അപ്പൊ സാർ ഒന്ന് ആലോചിക്ക്, റെക്കോർഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കാണാം അല്ലെ, വീഡിയോകൾ കൃത്യമായിട്ട് വളരെ ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അധ്യാപകർ, ഗവൺമെന്റ് അധ്യാപകര് ഏറ്റവും നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന റെക്കോർഡ് വീഡിയോസ് ആണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ. അത് കുട്ടികൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അപ്പൊ പറയാം, സാർ വായിച്ച് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വായിച്ചു പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ എത്രമാത്രം സാർ ഓർത്തിരിക്കുന്നുണ്ട്? എന്നാൽ സാർ ചെറുപ്പത്തിൽ കണ്ട ചെറുപ്പത്തിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സാർ ഓർത്തിരിക്കുന്നുണ്ട്. ഞാനിപ്പോ പറയണേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുള്ള ആളാ ഞാൻ. നിങ്ങളെ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെയൊക്കെ ചെറുതിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, കളറൊക്കെ വരുന്നതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് കളറും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു സിനിമ ഞങ്ങളെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സിനിമ പ്രേമിയായിരുന്നു. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കും, ഞങ്ങൾ കൂടെ പോകും, ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാൻ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് എന്റെ അമ്മമ്മയുടെ വീട്ടിൽ വരണേ, ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന സ്ഥലത്താണ് എന്റെ സ്വന്തം അപ്പന്റെ വീടായിരുന്നത്. അവിടെ വരണം, എല്ലാ ശനിയാഴ്ച സിനിമയ്ക്ക് പോകും. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ ഞാനും അന്ന് എന്റെ ബ്രദർ ഉണ്ട്, ബ്രദർ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി, കുഞ്ഞായിരിക്കുമ്പോ തന്നെ മരിച്ചു പോയതാണ്. അപ്പൊ ഞാൻ ആ ഓർമ്മയാണ് വന്ന് ആ സിനിമയ്ക്ക് പോവാനായിട്ട്. ഇവിടെ ശനിയാഴ്ച ഞങ്ങൾ ആന്റിമാരുണ്ട്, അപ്പച്ചന്റെ പെങ്ങന്മാര്, അമ്മാമ്മ, അടുത്തുള്ള ചേച്ചിമാര് ഒക്കെ കൂടി ഞങ്ങള് തൊട്ടടുത്ത തിയേറ്റർ. അപ്പൊ ഞങ്ങള് സിനിമയ്ക്ക് പോകും. അന്ന് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, പ്രേം നസീർ സാറിന്റെയും അതേപോലെ സത്യൻ സാറിന്റെയും ഒക്കെ സിനിമ ഇന്നും എന്റെ മൈൻഡിലുണ്ട്, ഇല്ലേ? ഇന്നും നമ്മുടെ മൈൻഡിലുണ്ട്. അതൊക്കെ നമ്മൾ മറക്കില്ല അതൊന്നും. പക്ഷെ അന്ന് വായിച്ചു പഠിച്ച കാര്യം, അന്ന് പഠിച്ച പദ്യം ഓർക്കുന്നുണ്ടോ? പോയം ഓർക്കുന്നുണ്ടോ? ഇല്ല, മറന്നുപോയി. അന്ന് പഠിച്ച എന്തെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ? അടി കൊണ്ട് പഠിച്ചതാ അല്ലെ, നമ്മുടെ പിച്ച് കൊണ്ട്. അന്നത്തെ സാറുമാർ പിച്ചാണ് ചെയ്യുന്നത്. ഇതൊന്നും ഓർക്കില്ല. പക്ഷെ നമ്മൾ ആ കണ്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അതാണ് ഇന്നത്തെ മക്കൾക്ക് ഇത് വായിച്ചു പഠിക്കാതെ കണ്ടു പഠിക്കാൻ, കേട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത റെക്കോർഡ് വീഡിയോസ് ആണ് സാറേ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ. ടീച്ചർ പറഞ്ഞേ. അപ്പൊ അവരുടെ മൈൻഡിലേക്ക് ഇത് കടന്നുപോയി. അവര് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ചിലപ്പോൾ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട ചെറിയ പേരൻസ് ആയിരിക്കാം, നമ്മുടെ പ്രായമൊന്നും ഉണ്ടാവില്ല. കളർ ചിത്രം, നിങ്ങൾ പണ്ട് കുഞ്ഞായിരിക്കുമ്പോ കണ്ട ചിത്രം, അതല്ലെങ്കിൽ വേണ്ട നമ്മുടെ ടി വിയിൽ ഉണ്ടായിരുന്നപ്പോ അല്ലെ, പണ്ടത്തെ സീരിയലുകളും. അന്ന് ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ മോനൊക്കെ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കറങ്ങും, ഒരു ബിസ്ക്കറ്റിന്റെ പരസ്യത്തില്. അന്നൊരു സീരിയലായിരുന്നു, ബിസ്ക്കറ്റിന്റെ പരസ്യത്തില്. അയ്യോ, ബിസ്ക്കറ്റിന്റെ പേരേ മറന്നു. ആ പരസ്യമൊക്കെ ഇന്നത്തെ മക്കളോട് ചോദിച്ചാൽ, എന്റെ ഡാനിമോനോടൊക്കെ ചോദിച്ചാൽ അവൻ പറയും അന്ന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരസ്യമായിരുന്നു അത്. അവൻ ആ ബിസ്ക്കറ്റ്, ഗ്ലൂക്കോസിന്റെ എന്തോ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു എന്നുണ്ട്, അതെന്റെ ഒരു ഓർമ്മ. ആ ബിസ്ക്കറ്റ് ഈ കുട്ടികൾ അതൊന്നും മറക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള റെക്കോർഡ് വീഡിയോസ് ആണ് സാർ നമ്മളുടെ ഇതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിലേക്ക് ചിന്തിച്ചു. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ റെക്കോർഡ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ കുട്ടിയെ നിർബന്ധിച്ച് ഒരു ടൈമിന് സാർ ഇരുത്തണ്ട. കുട്ടിയുടെ ഇഷ്ടത്തിന് അവന്റെ കളി കഴിഞ്ഞ് അവൻ ഫ്രഷ് ആയി വന്നിട്ട് രാത്രിയോ അതല്ലെങ്കിൽ അവൻ ഏത് സമയമാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്. കുട്ടിയെ പഠിക്കാനായിട്ടൊരു ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ വീട്ടില്, അവൻ ആ സമയത്ത് ഈ വീഡിയോസ് ഏതിൽ കൂടി കാണാം, അവൻ ഇഷ്ടപ്പെട്ട ഡിവൈസ്, ഫോണാണെങ്കിൽ ഫോൺ, ടാബ് ആണെങ്കിൽ ടാബ്, അല്ലെങ്കിൽ നമ്മളുടെ വിൻഡോസ്, അത് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അദ്ദേഹത്തിനോട് പറയണം, ഇപ്പൊ പറയണം. ഇപ്പൊ നമുക്ക് ആൻഡ്രോയിഡിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, മറ്റത് രണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ വരുന്നതാണ് എന്ന് പറയാം. എന്നിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡിവൈസിൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറയാം. കുട്ടി ഇതിന് കാണോ കാണില്ലേ, ഇനി വേണ്ട, നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്നത്തെ ക്ലാസ്സുകൾക്ക് നമ്മൾ പേരൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങൾക്കും കാണാൻ സാറേ. കുട്ടി പഠിക്കുന്നതോടൊപ്പം നമുക്കും കാണാൻ സമയമുണ്ടെങ്കിൽ പല പേരൻസും പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അത് നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും, കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫീച്ചർ പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ വീഡിയോ കാണാം അല്ലെ. ഒരു ട്യൂഷന് പോയി കഴിഞ്ഞാൽ ഒരു പോർഷൻ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അന്ന് കുട്ടിക്ക് പോകാൻ പറ്റിയില്ല, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അത് എടുത്തു കൊടുക്കോ? എടുത്തു കൊടുക്കില്ല, അവർക്ക് ടൈം ഉണ്ടാവില്ല. സ്കൂളിലും എടുത്തു കൊടുക്കാൻ പറ്റില്ല, ട്യൂഷൻ സെന്ററിൽ എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഓൺലൈൻ ട്യൂഷനാണ് സാറ് ഏർപ്പാടാക്കിയ. ഒരു ദിവസം കുട്ടിക്ക് വയ്യായിക, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോയി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് ആ ക്ലാസ് മിസ്സാണോ? മിസ് ചെയ്തു
അല്ലേ? അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും മിസ്സയില്ല. എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നമുക്ക് അവിടെ പറയാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പൊ അവരുടെ മൈൻഡിൽ കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ കൂടെ കടന്നു പോകണം. ഇത്രയും നമ്മൾ പറയും. ഇത്രയും പറഞ്ഞു കഴിയുമ്പോ പുള്ളിക്കാരൻ നമ്മളോട് ഇതിനെ പറ്റിയൊക്കെ ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നത്തെ പണിയാണ് ഇതിന്റെ ക്ലോസിംഗ് പണി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുത്തു, അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചെന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന CBSE 10ൽ പഠിക്കുന്ന ഒരു കുട്ടി ആ വീട്ടിലുണ്ട്. ആ കുട്ടിക്ക് CBSEയുടെ കോഴ്സ് കൊടുക്കാനാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ്. ഏത് ബിസിനസ് ആയിക്കോട്ടെ ഇന്നത്തെ കാലത്ത്, അതായത് നമ്മളെ സംബന്ധിച്ച് ഏത് ബിസിനസ് കൊടുക്കും ആയിക്കോട്ടെ, അത് നമ്മളുടെ ബിസിനസ് എന്നല്ല, വേറെ ഏതും ആയിക്കോട്ടെ, വാല്യൂ അഡ്വാൻസ് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാൻ സാധിക്കൂ. എന്താണ് വാല്യൂ അഡ്വാൻസ്? വാല്യൂ അഡ്വാൻസ് കൊടുക്കാൻ സാധിച്ചാലാണ് നമുക്കൊരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്താണ് വാല്യൂ അഡ്വാൻസ്? നമുക്ക് നോക്കാം. അത് നമ്മുടെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് വഴിയോര കച്ചവടത്തിലേക്ക് പോവാം. വഴിയോരത്ത് മാങ്ങ, ചില വണ്ടിയിൽ വന്നിട്ട് ഫ്രൂട്ട്സ് വിൽക്കണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രൂട്ട്സ് വിൽക്കണ കണ്ടിട്ടുണ്ടല്ലോ. മാങ്ങ വാങ്ങാനും, മാങ്ങ നല്ല പഴുത്ത മാങ്ങ ഇരിക്കണം, നമ്മൾ അവിടെ കണ്ടു, വണ്ടി ചവിട്ടി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അവിടെ നല്ല ഭംഗിയായിട്ട് പൂളി വെച്ചൊക്കെ മാങ്ങയുടെ ഇങ്ങനെ ഒരു കഷ്ണം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ തരാറുണ്ട്. നമ്മളത് ആ പുറം ഭാഗം കഴുകിയിട്ടുണ്ടാവില്ല നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമുക്ക് അതൊക്കെ ബോധമുണ്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും എന്ത് ചെയ്യും? ആ പുറത്തെ സാധനം, ആ ഉള്ളിലത്തെ ഭാഗം മാത്രം നമ്മളൊന്ന് കടിച്ചു നോക്കും മധുരമുണ്ടോന്ന്. മധുരമുണ്ട്. വാല്യൂ അഡ്വാൻസ് അവിടെ കൊടുത്തു. എന്ത്? ക്ലിയർ ആയല്ലോ? അവിടെ വേറെ ഫ്രൂട്ട്സുകൾ, നമ്മുടെ മറ്റേ എന്താ പറയാ, പൊമഗ്രാനൈറ്റ് അല്ലെ, പൊളിച്ചു വെച്ചിട്ടുണ്ടാവും, നല്ല ചുമന്ന കളറ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തണ്ണിമത്തൻ വിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മധുരം കണ്ടൂടെ, ചുമപ്പ് കണ്ടൂടെ, വേണമെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് തരും. ഒരു ഹൽവ വിൽക്കണ കടകള്, ബേക്കറി ആയിക്കോട്ടെ, നമ്മൾ ഹൽവ ഇങ്ങനെ ഇരിക്കാം, നമ്മളവിടെ ചെല്ലുമ്പോ ഇങ്ങനെ നോക്കും, ഇതെങ്ങനെ നല്ലതാണോ, എന്താ കഴിച്ചു നോക്കിക്കോ. പെട്ടെന്നേ തന്നെ അവരെന്ത് ചെയ്യും? വാല്യൂ അഡ്വാൻസ് തരാണ്, ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്ത്. ഞാന് കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോൻ പുറത്തു പോയപ്പോ ഞങ്ങൾ ഊട്ടി പോയി, ഞാൻ ആദ്യമായിട്ട് പോയതുണ്ട്. ഊട്ടി ചെന്നപ്പോ ഒരു തേയില ഫാക്ടറി കാണാൻ കയറി. നിങ്ങളും കയറിയിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോ അതിക്കൂടെ കടന്ന് പോരുന്ന് കഴിയുമ്പോ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോ നമുക്ക് ഒരു ഗ്ലാസ് ചായ അവർ തരും. ആ ചായ കുടിച്ചു കഴിയുമ്പോ വാല്യൂ അഡ്വാൻസ്. അതായത് ഇത് എന്തിനാ ഇവൻ ഈ ചായ നമുക്ക് തരുന്നത്? അപ്പുറത്ത് പോയിട്ട് ഇവന്റെ ചായപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനാണ് അലുവയുടെ കഷ്ണം തന്ന? ഈ അലുവ നമ്മൾ വാങ്ങാൻ വേണ്ടിയാ. എന്തിനാണ് മാങ്ങാപ്പൂള് നമുക്ക് തന്നത്? മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ടാ. ഇനി വേറെ പോവാം. ഒരു കാറ് വാങ്ങാൻ നമ്മൾ ചെല്ലാണ്. കാറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ പോരാണോ ചെയ്യണേ? അവന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാണ്. എന്ത് കാറ്? സാറ് പൊക്കോ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരാം. നമ്മളെ കയറ്റിയിരുത്തി വണ്ടി ഓട്ടിപ്പിച്ച് നമ്മുടെ ഫാമിലിനെ മൊത്തം കയറ്റിയിരുത്തി ഒരു റൗണ്ട് അടിച്ച് കൊണ്ടുവരും. വാല്യൂ അഡ്വാൻസ് ആണോ? എക്സ്പീരിയൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വേണ്ട, ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ ഒന്ന് കടന്നു പോവാ. ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയൊരു ഫ്ലാറ്റ്, ഒരുപാട് 10, 100 എത്രയെങ്കിലും ആവട്ടെ, അവിടെ ഒരു ഫ്ലാറ്റ് അവരെ ഫുൾ ഒക്യുപ്പൈഡ് ആയി, അതായത് എല്ലാം ഫർണിഷ് ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും നിങ്ങള്. നമ്മള് ഫ്ലാറ്റ് സെയിൽ ചെയ്യണവരൊക്കെ ഒരു ഫ്ലാറ്റ് അവരെന്താക്കും? എല്ലാം ഫർണിഷ് ചെയ്ത് അടുക്കളയും എല്ലാം ആക്കി ഇടും. എന്തിനാ? ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അവരുടെ മൈൻഡിൽ കൂടി കടന്നു, എന്റെ കിച്ചൺ ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്റെ ബെഡ്റൂം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ബാത്റൂം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവർക്ക് അവിടെ എന്താണ്? വാല്യൂ അഡ്വാൻസ് അവർ കൊടുക്കാണ്. ഇനി വേണ്ട, ഒരു ഡ്രസ്സ് മേടിക്കാൻ ചെന്നേ, എന്തിനാണ് പണ്ടൊക്കെ ഡ്രസ്സ് മേടിച്ചോണ്ട് പണ്ട് കുറെ കാലം മുമ്പ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ ചെന്നാൽ നമുക്ക് അവിടെ ഇട്ട് നോക്കണ റൂം ഉണ്ടായിരുന്നോ? ഡ്രസ്സിംഗ് റൂം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതില്ലാത്തൊരു കടയുണ്ടോ? ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ കടയായിരുന്നാലും ഒരു കുഞ്ഞു പെട്ടിമുറി പോലെ എന്തുണ്ടായിരിക്കും? ഡ്രസ്സിംഗ് റൂം ഉണ്ടായിരിക്കും. എന്താണ്? വാല്യൂ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഡ്രസ്സ് നമ്മൾക്കൊന്ന് ഇട്ട് നോക്കി ആ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നിന്ന് നമുക്കൊന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് തരുന്നത്. ഇന്നത്തെ കാലത്ത് ഏത് സെയിലും നടക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? വാല്യൂ അഡ്വാൻസ് കൊടുക്കണം.
അത് കൊണ്ടാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് വരുത്തിയിരിക്കുന്നത്? നമ്മളുടെ പ്രോഡക്റ്റ് ഒരെണ്ണം, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഓരോ ചാപ്റ്ററിന്റെയും ഓരോ വീഡിയോ അവർക്ക് കാണാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളും കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ വാല്യൂ അഡ്വാൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും കഥകളൊക്കെ പറഞ്ഞു, അത് കഴിഞ്ഞ ഉടൻ ചെയ്യേണ്ടത്, സാർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കാണാൻ സാധിക്കും. അടുത്ത പ്രൊസീജിയർ എന്താണ്? അവരുടെ ഫോണിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തോട് പറ സാറേ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യും, രജിസ്റ്റർ, എന്നിട്ട് നിങ്ങളുടെ എല്ലാ വീട്ടിലെ ഇതിലും ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യൂ. SSLC നമ്മുടെ CBSE 10th ആണ് കൊടുക്കുക, അല്ലെങ്കിൽ +2 ഏത് കോഴ്സും ആവട്ടെ, ഏത് കോഴ്സാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ കോഴ്സ് മാത്രമേ കാണിക്കാവൂ. വേറെ എല്ലാ കോഴ്സിലേക്കും നമ്മൾ പകർത്തി പോകരുത്. ആ കോഴ്സ് എടുക്കുക, അതിനകത്ത് ഓരോ സബ്ജക്ട് എടുക്കുക. ആ സബ്ജക്റ്റിന്റെ, ഞാൻ സമയം കൂടുതൽ 10-15 മിനിറ്റ് എടുക്കുക, 7:30 ഒന്ന് ക്ലോസ് ചെയ്യുള്ളേ, ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മൾ അതെടുത്തു, നമ്മളത് അവരത് കാണിച്ചു. അദ്ദേഹം ആ വീഡിയോ ഒന്ന് കണ്ടു. അപ്പൊ നമ്മളുടെ വീഡിയോ ആദ്യത്തെ ഇതിനൊക്കെ 15 മിനിറ്റ്, 16 മിനിറ്റ്, 30 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോ കുറച്ച്, സാറേ ഇതാണ് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി, ഇതാണ് നമ്മുടെ രീതികൾ. ഇത് കുട്ടിക്ക് പഠിക്കുമ്പോൾ ഈ വീഡിയോ കുട്ടി എത്ര പ്രാവശ്യം കാണുമ്പോഴും അവന്റെ മൈൻഡിൽ ഇത് പതിയാണ്, ഇവൻ ഒരിക്കലും മറക്കില്ല. ഇവരെന്നെ പരീക്ഷാ ഹാളിൽ പോയിരുന്ന ഇവൻ കണ്ട വീഡിയോ ഇവന് കൃത്യമായിട്ട് ഓർമ്മ വരും, അവനത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് അവർക്ക് വാല്യൂ അഡ്വാൻസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് പറയാം, സാറേ ഈ കോഴ്സ് നമ്മൾ അടുത്തത് ഇത് എന്താണ്, പിന്നെന്താണ്, അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് വരുത്തണ്ടേ നമുക്ക്? അതിന് പറയാം, സാറേ ഇത്രയും മനോഹരമായിട്ടുള്ള, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വാല്യൂ അഡ്വാൻസ് കൊടുക്കാതെ ഒരു ബിസിനസ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം, വേണ്ടേ? അപ്പൊ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഈ കോഴ്സിന് 10,000 ആണ് ഇതിന്റെ MRP. നമ്മുടെ ഈ കോഴ്സിന് 10,000 ആണ് സാർ ഇതിന്റെ MRP. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ പ്ലസ് GST കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് 10,000 പ്ലസ് GST കൊടുക്കണ്ട, പകരം നിങ്ങൾക്ക് എത്ര കൊടുത്താൽ മതി? 5,000 പ്ലസ് GST കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ പറയണം, അല്ലാതെ ഞങ്ങളുടെ കോഴ്സിന് 5,000 പ്ലസ് GST എന്നല്ല പറയണ്ടേ. ഞങ്ങളുടെ കോഴ്സിന്, ഞങ്ങളുടെ ഈ ആപ്ലിക്കേഷനിൽ ഈ കോഴ്സിന് MRP 10,000 ആണ്, പ്ലസ് GST ആണ്. എന്നാൽ ഇപ്പോൾ സാർ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ടിന് ഇത് തരാൻ സാധിക്കും. 5,000 പ്ലസ് GST നിങ്ങൾ കൊടുത്താൽ മതി, പേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ എന്തുണ്ടായിരിക്കണം? നമ്മുടെ ബാങ്കിന്റെ, നമ്മുടെ കമ്പനിയുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഈ സാധനം എപ്പോഴും എടുക്കാൻ കരുതി സാൻവോസ് സിറ്റി അല്ലെങ്കിൽ സാൻവോസ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ അദ്ദേഹം വേറെ ഒന്നും ചിന്തിക്കാൻ, സെയിൽസ് അങ്ങനെയാണ്. പിന്നെ അദ്ദേഹത്തിന് വേറെ കൂടുതൽ ചിന്തിക്കാനോ വേറെ ആളോട് ചോദിക്കാനോ ഇതുണ്ട്. പിന്നെ ഒരു കഥ മുഴുക്ക പറയേണ്ടത് ആരായിരിക്കണം? ഡിസിഷൻ മേക്കർ ആയിരിക്കണം. ഭാര്യയോട് പറഞ്ഞപ്പോ ഞാൻ ചേട്ടൻ വന്ന് ചോദിക്കട്ടെ, ചേട്ടനോട് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഈ വർത്താനം പറയാനുള്ള ഇത് നമ്മൾ കൊടുക്കരുത്. പറ്റുമെങ്കിൽ അവര് രണ്ടുപേരെയും, കുട്ടിയോടെ ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. അങ്ങനെ നമ്മളിത് പറയുകയാണെങ്കിൽ അപ്പോഴാണ് അതിന്റെ ക്ലോസിംഗിലേക്ക് വരുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അക്കൗണ്ട് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിനോട്, സാർ ഓൺലൈനായിട്ട് സാറിന് ഇപ്പൊ ഗൂഗിൾ പേ ആയാലും ചെയ്യാം, എങ്ങനെയാണോ സാറ് ചെയ്യുന്നത്, ഗൂഗിൾ പേ ആണോ സാറ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. ഉടനെ നമ്മൾ ചോദിക്കുക. അപ്പൊ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അവരെ ഗൂഗിൾ പേ എടുക്കും, അവര് ഇത് പേയ്മെന്റ് ഇടും. പേയ്മെന്റ് ഇട്ട സർട്ടിഫിക്കറ്റ്, റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ വന്നു. റെസിപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നത്തെ നമ്മുടെ പണി? എന്താണ്? നിങ്ങൾ അവർക്ക് ID ജനറേറ്റ് ചെയ്ത് കൊടുത്തോന്നേ, പക്ഷെ അവരോട് ഇതൊന്നും പറയണ്ട, കഥകളൊന്നും പറയണ്ട. നിങ്ങളുടെ ലിങ്ക് എടുത്തിട്ട് ഏത് സൈഡിലാണ് അത് വരേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ, അവരറിയണ്ട ഇത് നെറ്റ്വർക്ക് ആണെന്നോ മറ്റുള്ളതാണെന്നോ ഒന്നും അവരറിയണ്ട. അവരോട് ഒന്നും പറയണ്ട. നമ്മൾ പ്രോഡക്റ്റ് വിൽക്കാനാണ് ചെന്നിരിക്കണേ. നിങ്ങൾ നിങ്ങളുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ചോദിക്കുക, സാറിന്റെ ഫോണ് അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം.
എന്നിട്ട് എന്താക്കണം, അത് ക്രിയേറ്റ് ചെയ്തു, അത് അപ്പൊ തന്നെ വെച്ചിട്ട് നമ്മൾ അത് ആക്ടിവേഷൻ ചെയ്തു. അവർക്ക് ആ പ്രോഡക്റ്റിന്റെ കോഡ്, ആ കോഡ് എടുത്തിട്ട് നമുക്ക് കൂപ്പൺ കോഡ് എടുത്തിട്ട് നമ്മളോട് കൊടുക്കാണ്. കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്തും ചെയ്യാണ് നമ്മൾ അവരുടെ ആപ്ലിക്കേഷനിൽ കൂപ്പൺ കോഡ് വെച്ചിട്ട് അത് ആക്ടിവേഷൻ ചെയ്യുന്ന രീതിയും അത്തരം പ്രൊസീജിയർ നമ്മൾ അവിടെ ചെയ്തിട്ട് വേണം പോരാനായിട്ട്. ഇത്തരം കാര്യം ചെയ്ത് വാല്യൂ അഡീഷൻ കൊടുത്താൽ, വാല്യൂ അഡ്വാൻസ് നമ്മൾ കൊടുത്താൽ എന്തായിരുന്നാലും അവിടെ നമുക്ക് ക്ലോസിങ് ചെയ്യും. ഇത്രയും കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പൈസ വാങ്ങാതെ നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ എന്താവും, നടക്കില്ല. അപ്പൊ തന്നെ നമ്മളുടെ ഇത് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ നിങ്ങൾ 10 ആളോട് ചെയ്താൽ, കൃത്യമായ രീതിയിൽ നിങ്ങൾ 10 പേരോട് ചെയ്താൽ 8 പേരും ക്ലോസിങ് നടക്കും. ഇനി വേണ്ട, നമ്മൾ പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ 5 ആയിക്കോട്ടെ, വേണ്ട 2 ആയിക്കോട്ടെ, ക്ലോസ് നടക്കും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഇത്തരത്തിൽ നമ്മൾ എത്ര പേര് ചെയ്യുന്നു എന്നാണ് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്. എത്ര പേര് ചെയ്യുന്നു, ഇതാണ് ഇതിന്റെ ക്ലോസിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ചെയ്യാതെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ എന്താണ് പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിനോട് നമുക്ക് പതുക്കനെ, ഇത് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തു വന്ന പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കരുത്. അത് അവർ യൂസ് ചെയ്യുന്നത്, നമ്മൾ പോണം, അല്ലെങ്കിൽ നമ്മൾ വിളിക്കണം, സാർ നമ്മുടെ കോഴ്സ് കുട്ടി പഠിക്കുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല, ഇതൊക്കെ നമ്മൾ ഒന്ന് ഇടയ്ക്ക് വിളിച്ച് നമ്മൾ ചോദിക്കണം. എന്നിട്ട് എന്താക്കണം, ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണണം, അല്ലെങ്കിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്യണം. സാർ, ഈ കോഴ്സ് കുട്ടിക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ് ചോദിക്കുക. എന്നിട്ട് പറയാ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ആരുടെങ്കിലും നമ്പർ തരാമോ, സാർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുമല്ലോ, ഒന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അവർക്ക് അറിയാൻ പറ്റുമല്ലോ, നമുക്കെല്ലാം അറിഞ്ഞുകൂടാത്തുള്ളൂ. അവര് പറയാണ് അവരുടെ ഫ്രണ്ട്സിനോട്, ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനോട്, അവിടുത്തെ ആ കുട്ടിയുടെ പേരന്റ്, മദർ ഓർ ഫാദർ വിളിച്ചു പറയണം, എന്റെ മകന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ പരിചയമുള്ള ഇന്ന ഒരാളെ, ഇന്ന ഒരു ആപ്ലിക്കേഷൻ ഒന്നും, അവനത് പഠിക്കുന്നുണ്ട്, വളരെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുന്നുണ്ട് എന്ന് അവർ റെക്കമെൻഡ് ചെയ്താൽ അവിടെ എന്ത് നടന്നു, അവിടെ അടുത്ത ലീഡ് നമുക്ക് കിട്ടാണ്. അങ്ങനെ ഒരു കസ്റ്റമർ അടുത്ത് മിനിമം 3 ലീഡെങ്കിലും നമ്മൾ മേടിക്കണം. മിനിമം 3 ലീഡെങ്കിലും നമ്മൾ വാങ്ങിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോസ്പെക്ട് ലിസ്റ്റ് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആളുകളിലേക്ക് നമുക്ക് എത്താം. എന്നിട്ട് പറഞ്ഞ സാറേ, ഞാൻ അവർക്ക് നേരിട്ട് പോയി കണ്ടു കൊടുത്തോളാം, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം വിളിച്ചു പറയും. അപ്പൊ അദ്ദേഹം നമ്മളോട് തന്നെ പറയും, ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെന്ന് അവർക്ക് അത് കൊടുക്കണം കേട്ടോ, അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് കല്യാണ വീട്ടിൽ ചെന്നാലും മറ്റു രീതി ചെന്നാലും എവിടെ ചെന്നാലും ഇവര് എന്താക്കുക, എന്റെ കൊച്ചിന് ഇങ്ങനെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, എന്റെ കുട്ടിക്ക് വേണ്ടി ഇന്ന ആപ്ലിക്കേഷൻ വാങ്ങിച്ചപ്പോ അത് വെച്ചിട്ടാ പഠിക്കണേ, നല്ല എളുപ്പമാണ് പഠിക്കാൻ എന്നുള്ളത് ഉറപ്പായിട്ടും പറയും. ഇതൊക്കെ അവര് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. വേണ്ടേ, ഇതൊക്കെ അവര് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലർക്കും ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തത്. എന്തായിരുന്നാലും എല്ലാവർക്കും അത്തരം കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, വളരെ നല്ല ബിസിനസ് ഈ മാസം ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.